പെൻഷൻ തട്ടിപ്പിലെ സർക്കാർ നടപടികളിൽ മെല്ലെ പോക്ക്, തട്ടിപ്പിൽ കർശന നടപടിയിലേക്ക് പോകേണ്ടെന്ന് ധാരണ. തട്ടിപ്പ് നടത്തിയവരിൽ ഭൂരിപക്ഷവും ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകരാണ്. ഉദ്യോഗസ്ഥരെ നാണം കെടുത്തുന്ന സമീപനം സ്വീകരിച്ചാൽ സർവീസ് വോട്ടിലടക്കം തിരിച്ചടി നേരിടുമെന്നും മുന്നറിയിപ്പ്. സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഇടത് സർവീസ് സംഘടനകൾ. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഈ അനർഹരായ വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ ഇവർക്കെതിരെയുള്ള നടപടി എത്തരത്തിലായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ആദ്യം തന്നെ നമ്മൾ ആശങ്ക അറിയിച്ചിരുന്നു. കാരണം ഇടത് അനുകൂലികളാണ് കൂടുതലും ഇതിൽ ഉള്ളത്, അല്ലെങ്കിൽ ഇടത് സംഘടനാ പ്രവർത്തകരാണ് ഇതിൽ കൂടുതലും ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു മെല്ലെപ്പോക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് പിണറായി സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം, അല്ലാതെ ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണല്ലേ? ദേവിക, അത് തന്നെയാണ്. കാരണം ഈ വാർത്തകൾ പുറത്തു വന്നു, കണക്കുകൾ പുറത്തു വന്നിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഔദ്യോഗികമായി ഈ പെൻഷൻ വിഷയത്തിൽ ചർച്ച നടന്നത്, യോഗം ചേർന്നത്. യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം എന്നുള്ളത് കർശന നടപടി ഉണ്ടാകും, ആര് ആണെന്നുള്ള പരിഗണന സർക്കാർ നടത്തില്ല, ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ കയ്യിൽ നിന്ന് പെൻഷൻ തിരികെ പിടിക്കും, ഒപ്പം തന്നെ അവരുടെ സർവീസ് കരിയറിനെ അത് കാര്യമായി ബാധിക്കുമെന്നുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ യോഗത്തിന് ശേഷം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ കാര്യമായ നടപടികൾ ഒന്നും തന്നെ സർക്കാർ തലത്തിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഗസ്റ്റഡ് റാങ്കിൽ അടക്കമുള്ള ആഡംബര വാഹനങ്ങളുള്ള ഏകദേശം 1458 ആളുകളുടെ പേര് വിവരങ്ങളാണ് സർക്കാരിന് മുൻപിലുള്ളത്. മുൻ വർഷങ്ങളിലും, അതായത് തോമസ് ഐസക് ഇത്തരത്തിൽ ധനമന്ത്രിയായിരുന്ന സമയത്തും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മസ്റ്ററിംഗ് ഒക്കെ നടത്തി ഇത്തരത്തിൽ 5000-ലധികം പേരാണ് അനധികൃതമായി ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. പിന്നീട് പൊതുമധ്യത്തിൽ അവരെ അപമാനിക്കേണ്ട കാര്യമില്ല, നടപടി എടുക്കേണ്ട കാര്യമില്ല, പണം തിരികെ പിടിക്കാം, അതേപോലെ തന്നെ ആനുകൂല്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു അന്ന് ഇടത് സർക്കാർ എടുത്ത തീരുമാനം. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാധാരണ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, സാമൂഹ്യക്ഷേമ പെൻഷനും വിധവാ പെൻഷനും അടക്കം വാങ്ങുന്ന സാധാരണക്കാർക്ക് മാസങ്ങളായി പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴാണ് കോടികൾ ഖജനാവിൽ നിന്ന് ഇത്തരത്തിൽ അനധികൃതമായി സർക്കാർ ജീവനക്കാർ തന്നെ കൈപ്പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് കണ്ടെത്തി ലിസ്റ്റുകളടക്കം വിവിധ വകുപ്പുകളിൽ നിന്ന് സർക്കാർ ശേഖരിച്ചു. അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയുമ്പോഴും യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. ഇടത് സർവീസ് സംഘടനകളെ പിടിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരെ ഭയന്നുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ നടപടികൾ ഇഴക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സർവീസ് സംഘടനാ വോട്ടുകൾ ഇവിടെ ബാധകമാകും, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിലടക്കം ഇത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ സർക്കാരിനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തോട് പ്രതികരിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ സ്വീകരിച്ചും ഒരു മൃദു സമീപനമാണ് എന്നുള്ളതാണ്. കാരണം അവർ കുറ്റം ചെയ്തിട്ടില്ല, അവർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങി, പക്ഷേ അതിന് കയറിയതിനു ശേഷം അത് അറിയാതെ പോയി എന്നൊക്കെയുള്ള ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കാൻ ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും CPM-ഉം സ്വീകരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നടപടികൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കാര്യമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടത് സർവീസ് സംഘടനകളെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഭയക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവർക്കെതിരെ ഇടത് സംഘടനകളിൽ പെട്ടവർ, അല്ലെങ്കിൽ ഇടത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, ആഡംബര കാർ അടക്കമുള്ളവർ ഈ ഒരു പട്ടികയിലുണ്ട് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു സർക്കാരിൻ്റെ സമീപനമാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാരണം ഒരു മെല്ലെപ്പോക്ക് സമീപനമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.